PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 13/12/2024 PSC നടത്തിയിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷൻ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് 662/2023 ആണ്. ഇത് പ്രകാരം നിങ്ങളുടെ സ്കോർ കമൻസിലിടുക. ഓക്കെ, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ്സ് ഓഫ് സൈസ് ഈസ് കോൾഡ് സി ടോളറൻസ് ആണ്. രണ്ട്, ദ വർക്കിംഗ് സർഫസ് ഓഫ് ദ ഡെഡൻഡം ഈസ് കോൾഡ് എ ആണ് ഫ്ലാങ്ക്. മൂന്ന്, വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് മൈക്രോമീറ്റർ? അത് D 1.1 millimeter. 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ജനറലി യൂസ് ടു കാലിബ്രേറ്റ് സ്ലിപ്പ് ഗേജസ്? B മൈക്രോമീറ്റർ. 5, വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലക്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ സോൾജറിങ്? എ ആണ് അമോണിയം ക്ലോറൈഡ്. 6, എ ഗാൽനോമീറ്റർ ഇൻ സീരീസ് വിത്ത് എ ഹൈ റെസിസ്റ്റൻസ് ഈസ് കോൾഡ്? ഗാൽനോമീറ്ററിൻ്റെ കൂടെ സീരീസ് ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ അമ്മീറ്റർ. D ആണ്. ഇനി 7, ദ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സി വോൾട്ടേജ് റേറ്റിംഗ്. 8, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ? ഇവിടെ തന്നിട്ടുള്ളതിൽ സി അലൂമിനിയാണ്. ഇനി 9, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലാച്ചിങ് റിലേ? എ ആണ് ടു എനർജൈസ് ആൻഡ് ഡി എനർജൈസ് ദ സർക്യൂട്ട്. ഇനി 10, 3 resistors 2 ohm, 3 ohm and 5 ohm are connected in series. What is the potential difference across the 3 ohm resistor if the total voltage is 10 volt? അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ B 3 വോൾട്ട് കിട്ടും. ഇനി 11, ദ ഡൈനമിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം ഈസ് സി ഡൈനമിക് എറർ. 12, ദ ടൈം റിക്വയർഡ് ബൈ എ മെഷർമെൻറ്റ് സിസ്റ്റം ടു ബിഗിൻ ടു റെസ്പോണ്ട് ടു എ ചേഞ്ച് ഇൻ ദ മെഷർമെൻറ്റ് ഈസ് കോൾഡ് എ ഡെഡ് ടൈം. 13, ദ അയണൈസേഷൻ ഗേജ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് സി ആണ് വെരി ഹൈ പ്രഷർ. 14, ആൻ എക്സാമ്പിൾ ഓഫ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ ഈസ് എ ആണ് തെർമോകപ്പിൾ. 15, ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് LVDT ഈസ് ബേസ്ഡ് ഓൺ ദ വേരിയേഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സി ആണ്. 16, സീസ്മിക് ട്രാൻസ്ഡ്യൂസർ ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് എ പ്രഷർ. 17, ദ റൊട്ടേഷൻ സ്പീഡ് ഓഫ് എ ഷാഫ്റ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് സി ആണ് സ്ട്രോബോസ്കോപ്പിക് ടാക്കോമീറ്റർ എന്നുള്ളത്. ഇനി 18, പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ് മെഷേഴ്സ് സി ആണ് ടോട്ടൽ പ്രഷർ. 19, സ്റ്റാൻഡേർഡ് റേഞ്ച് ഓഫ് ന്യൂമാറ്റിക് സിഗ്നൽ ഫോർ ട്രാൻസ്മിഷൻ ഈസ് D ആണ് 0 to 15 PSI. 20, കപ്പാസിറ്റേറ്റീവ് ട്രാൻസ്ഡ്യൂസർ യൂസ്ഡ് ഫോർ B ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റ്. 21, വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് സിനുസോയിഡൽ AC വോൾട്ടേജ് വിത്ത് എ പീക്ക് വാല്യൂ 100 വോൾട്ട്? അപ്പോൾ D ആണ് 70 ടൈംസ് ദ പീക്ക് വാല്യൂ. ഇനി 22, ദ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ പീക്ക് വാല്യൂ. 23, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ AC ഇലക്ട്രിസിറ്റി? സി ആണ് ഇറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡിറക്ഷൻ. 24, if the frequency of an AV waveform is 50 Hz, what is its time period? അപ്പോൾ ടൈം പീരീഡ് 1/, ഫ്രീക്വൻസിയാണ്. അപ്പോൾ 0.05 സെക്കൻഡ് കിട്ടും B. ഇനി 25, ദ ടൈം പീരീഡ് ഓഫ് എ വേവ് ഫോം ഈസ് ദ സി ആണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ വേവ് ആണ്. 26, ദ RMS വാല്യൂ സിനുസോയിഡൽ AC കറൻറ്റ് വിത്ത് എ പീക്ക് വാല്യൂ ഓഫ് 10 ആംപിയർ ഈസ് D ആണ് 3.54 ആംപിയർ. 27, ഫോർ പ്യുവർലി സിനുസോയിഡൽ വേവ് ഫോം ദ RMS വാല്യൂ ഈസ് റിലേറ്റഡ് ടു ഇസ് പീക്ക് വാല്യൂ ബൈ B ആണ് RMS ഈക്വൽസ് 0.7077 ഇൻറ്റു പീക്ക് ആണ്. 28, ഇൻ ആൻ RLC സീരീസ് സർക്യൂട്ട് ദ ഇംപിഡൻസ് ഈസ് മിനിമം അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസി B ആണ്. ഇനി 29, ദ ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് AC ക്വാണ്ടിറ്റീസ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് എ ആംപ്ലിറ്റ്യൂഡ് ഓൺലി. 30, ദ പീക്ക് വാല്യൂ ഓഫ് എൻ AC വേവ് ഫോം ഈസ് 100 വോൾട്ട്. ദ RMS വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ B ആണ് 50 വോൾട്ട്. ഇനി 31, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ? ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ റേറ്റഡ് വോൾട്ടേജ് ഈസ് അപ്ലൈ ടു ദ ലോ വോൾട്ടേജ് ബൈൻഡിങ്. പിന്നെ മൂന്നാമത്തെ ഹൈ വോൾട്ടേജ് ബൈൻഡിങ് ഈസ് കെപ്റ്റ് ഓപ്പൺ സർക്യൂട്ടഡ് എന്നുള്ളത്. അപ്പോൾ D ആണ്. ഇനി 32ാമത്തെ പ്രോബ്ലം, ഓൾ ഡേ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 96.5% D ആണ് വരിക.
ഇനി 33 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ഫോർ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ. ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ, മൂന്നാമത്തെ, പിന്നെ നാലാമത്തെ ഇത് കറക്റ്റാണ്. ഇനി 34ാമത്തെ, ഇഫ് കെ ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് ദ ട്രാൻസ്ഫോമർ, x1 ഈസ് ദ പ്രൈമറി വൈൻഡിങ് ലീക്കേജ് റിയാക്ടൻസ് ആൻഡ് x2 ഈസ് ദ സെക്കൻഡറി വൈൻഡിങ് ലീക്കേജ് റിയാക്ടൻസ്, വാട്ട് ഈസ് ദ ടോട്ടൽ ലീക്കേജ് റിയാക്ടൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ റെഫേർഡ് ടു സെക്കൻഡറി. എ ആണ് x1 പ്ലസ് x2 ബൈ കെ സ്ക്വയർ. ഇനി 35, കെ ഫാക്ടർ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ദ മെഷർ ഓഫ് ബി മാക്സിമം കപ്പാസിറ്റി ഓഫ് ദ ട്രാൻസ്ഫോമർ. ഇനി 36ാമത്തെ പ്രോബ്ലത്തിന് മാക്സിമം എഫിഷ്യൻസിയുടെ ഡി ആണ് 140 kVA. 37, പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 or more സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തെ അത് ആണ് കറക്റ്റ്. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 38, ദ റിലേറ്റീവ് പൊളാരിറ്റി ഓഫ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് മസ്റ്റ് ബി നോൺ ആസ് എ ആണ് ടു ഓപ്പറേറ്റ് ദ ട്രാൻസ്ഫോമർ ഇൻ പാരലൽ കണക്ഷൻ. 39, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഫേസിംഗ് ഔട്ട് ടെസ്റ്റ് ഓൺ 3 phase ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവിടെ തന്നിരിക്കണം 1, 2, 3, 4 ആണ് കറക്റ്റ്, അതായത് സി ആണ്. 40, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കോസസ് ഓഫ് തേർഡ് ഹാർമോണിക്സ് ഇൻ എ ട്രാൻസ്ഫോമർ. അതിന് കാരണം BH കർവ് ഓഫ് ദ കോർ ഇൻ ട്രാൻസ്ഫോമർ, പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്, അതായത് ബി ആണ് ഉത്തരം. 41, എ ടണൽ ഡയോഡ് ഈസ് സി ആണ് സ്ലോ സ്വിച്ചിങ് ഡിവൈസ്. ഇനി 42, ദ വർക്കിംഗ് ഓഫ് SMPS ഈസ് ബേസ്ഡ് ഓൺ എ ഫ്രീക്വൻസി കൺട്രോൾ പ്രിൻസിപ്പിൾ. 43, ദ റിപ്പിൾ ഫാക്ടർ ഓഫ് എ ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് ഡി 1.21. 44, in a Zener diode shunt voltage regulator, the diode regulates so long as it is kept in forward condition. A ആണ്. 45, when emitter bypass capacitor in common emitter amplifier is removed, its output load resistance considerably reduced. B ആണ്. 46, ഹെർട്ട്ലി ഓസിലേറ്റർ യൂസസ്, ഇവിടെ തന്നൊന്നല്ല, അപ്പോൾ ഡി ആണ് നൺ ഓഫ് ദ എബോവ്. 47, ആൻഡ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ പൊസസ് ബി വെരി ലാർജ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് വെരി സ്മോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. 48, ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഓഫ് എ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഈസ് ദ ഗെയിൻ ഒബ്റ്റെയിൻഡ് വെൻ ഡി ഫീഡ്ബാക്ക് ഓഫ് ഫാക്ടർ എക്സീഡ്സ് യൂണിറ്റി. 49, MOSFET ഈസ് എ സി ആണ് ടെമ്പറേച്ചർ കൺട്രോൾഡ് ഡിവൈസ്. 50, in which configuration voltage gain of transistor amplifier is lowest, common emitter and base, D ആണ്. 51, how many status flag are there in flag register of 8085 microprocessor? C 4 ആണ്. 52, Intel 8085 is a 32-bit microprocessor, D ആണ്. 53, how many select lines are required for 8:1 multiplexer? C 3 ആണ്. 54, which part of the CRT contains cathode? D ആണ് control electrode. 55, what is the full form of IIL in logic family? Integrated injection circuit, B ആണ്. 56, the logic equation of an XOR having A and B as input is C ആണ് A dash B dash plus AB. 57, a flip flop can store 1 bit of data, A ആണ്. ഇനി 58, which of the following is not an analog to digital converter? B successive approximation converter. 59, recording of CD is done by using magnetic method ഉണ്ട്, optical method ആവാം, electrical method ആവാം. അപ്പോൾ all of the above D ആണ്. 60, the LCD digital display that is based on transmission of light, D ആണ്. 61, which of the statements is correct regarding the Reynolds number? അത് ഡി ആണ്, റിമെയിൻസ് കോൺസ്റ്റൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ചസ് ഇൻ ദ ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഇനി 62, ചൂസ് ദ കറക്റ്റ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഫ്ലോ റേറ്റ് ക്യൂ ത്രൂ എ വി നോട്ട് വെയർ. ബി ആണ്, ക്യൂ ഈക്വൽസ് 8/15 CD tan θ/2 √2 GH 2/5. ഇനി 63, റൊട്ടേറ്റിംഗ് വെയിൻ ഫ്ലോ മീറ്റേഴ്സ് ആർ മോസ്റ്റ് suitable for measuring flow in which of the following industries? D the petroleum industry. 64, identify the flow meter that is not classified as an inferential type. A ആണ് Coriolis flow meters.
ഇനി 65 മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ PK വേരിയബിൾ ഹെഡ് ഫ്ലോ മീറ്റേഴ്സിന് Z റോട്ടാമീറ്റർ ആണ്. പിന്നെ വേരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ രണ്ടാമത്തെ Qന് X ഫ്ലോ നോസിലാണ്. R വോർട്ടെക്സ് ഫ്ലോ മീറ്റേഴ്സിന് സ്വേൾ മീറ്റർ ആണ്. പിന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റേഴ്സിന് ലോബ്ഡ് ഇമ്പല്ലർ മീറ്റർ, അതായത് C ആണ് ഉത്തരം. 66 ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് എമംഗ് ദ ഫോളോയിങ് ലെവൽ മെഷർമെൻറ്റ് സിസ്റ്റംസ്. C ലിക്വിഡ് പേർച്ച് സിസ്റ്റം. 67 മെർക്കുറി ട്യൂബ് മാനോമീറ്റേഴ്സ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മെഷറിംഗ് B ആണ് ലാർജ് ചേഞ്ചസ് ഇൻ ലിക്വിഡ് ലെവൽ. 68 ആൻ എയർ പേർച്ച് സിസ്റ്റം ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ലെവൽ ഓഫ് വിസ്കസ് ലിക്വിഡ്സ്. 69 which of the following statement is true regarding the hydrostatic pressure method for measuring liquid level in a closed tank? D ആണ് the method is only suitable for open tanks and cannot be used in closed tanks. 70 contaminant buildup primarily affects the performance of a capacitance level indicator by altering the conductivity of the liquid. ഇനി 71 among the following statement which are correct about a feed forward control. ഇവിടെ തന്നിരിക്കുന്നത് 2, 3 ആണ്, അതായത് B ആണ് ഉത്തരം. ഇനി 72ാമത്തെയും റേഞ്ചബിലിറ്റി ഓഫ് എ കൺട്രോൾ വാൽവിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിരിക്കുന്നത് 3 ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് C ആണ്. 73 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ് ആയിട്ടുള്ളത് 1ഉം 2ഉം ആണ്, അതായത് A ആണ്. 74 റീസെറ്റ് റേറ്റ് ഈസ് മെഷേർഡ് ആസ് റീസെറ്റിംഗ് സ്പീഡ് C ആണ്. 75 ദ കൺട്രോളർ വിച്ച് ആൻറ്റിസിപ്പേറ്റ്സ് എറർ ഈസ് C ഇൻറ്റഗ്രൽ കൺട്രോൾ. ഇനി 76 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ് എന്ന് ഇവിടെ ഉള്ളത് 2ഉം 3ഉം റോങ് ആണ്, B ആണ്. 77 ദ ഔട്ട്പുട്ട് ഓഫ് ന്യൂമാറ്റിക് കൺട്രോളർ ഈസ് A ആണ് 3 to 15 PSI. ഇനി 78 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് കാസ്കേഡ് കൺട്രോൾ. B ആണ് ദ സെറ്റ് point of one loop is determined by the controller output of another loop. 79 two-position control mode is best adapted to C small scale system with fast process rates. 80 which of the following statement are true regarding flashing. ഇവിടെ തന്നിരിക്കുന്നത് ഒന്നുമില്ല, അപ്പോൾ D ആണ് none of the above. 81 the temperature at which the Celsius scale reading is equal to Fahrenheit, അത് B32 ആണ്. ഇനി 82 പൈറോമീറ്റർ ഈസ് എ ടെക്നിക് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ യൂസിങ് ബോത്ത് മെത്തേഡ്സ് അതായത് യൂസിങ് ബോത്ത് മെത്തേഡ്സ് ദ മീഡിയം C ആണ്. ഇനി 83 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. ഇവിടെ തന്നിരിക്കുന്നതിൽ 1ാമത്തെയും 3ാമത്തെയാണ് ട്രൂ, അതായത് B ആണ് ഉത്തരം. 84ഉം അതുപോലെ ട്രൂ ആയിട്ടുള്ളതാണ്. വേപ്പർ പ്രഷർ തെർമോമീറ്ററിനെ കുറിച്ച് 1ാമത്തെയും 4ാമത്തെയാണ്, അതായത് C ആണ്. ഇനി 85 റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ എയർ ഓർ ഗ്യാസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ സാച്ചുറേറ്റഡ് മിക്സ്ചർ അറ്റ് ഈക്വൽ വോള്യൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ A ആണ് ഹ്യൂമിഡിറ്റി. ഇനി 86ാമത്തെ ഫോഴ്സ് ഓഫ് 525 ന്യൂട്ടൺ ഈസ് റിക്വയർഡ് ടു ഓപ്പൺ എ പ്രോസസ് കൺട്രോൾ വാൾവ്. അപ്പോൾ ഏരിയ ഓഫ് ഡയഫ്രം ചോദിച്ചിരിക്കുന്നത് അത് B ആണ് 142.85 മീറ്റർ സ്ക്വയർ ആണ്. ഇനി 87 an equal percentage valve has maximum flow of 50 centimeter cube per second and minimum of 2 centimeter cube per second. If full travel is 4 centimeter, find the flow at 2 centimeter opening. അത് C ആണ് 10 centimeter cube per second ആണ്. ഇനി 88ാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് തേർഡ് പവർ ഓഫ് ടെമ്പറേച്ചർ A ആണ്. 89 ഏതാണ് ട്രൂ PLCയെ കുറിച്ചിട്ടുള്ളത്. 2ാമത്തെയും 3ാമത്തെയാണ്, അതായത് B ആണ്. 90ാമത്തെയും അതുപോലെ ഹാർട്ട് പ്രോട്ടോകോൾ ഏതാ ട്രൂ ചോദിച്ചിട്ടുണ്ട്, അത് 1ഉം 3ഉം ആണ്, അതായത് A ആണ്. ഇനി 91ഉം നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു സ്വിച്ച് ആൻഡ് റൂട്ടർ ചോദിച്ചാണ്, അപ്പോൾ അതിൻ്റെ ഉത്തരം A ആണ്. ഇനി 92ാമത്തെ പ്രോബ്ലത്തിന് ടൈം ചോദിച്ചേക്കണത് C ആണ് 0.5 ആണ് ഉത്തരം C. ഇനി 93ാമത്തെ പ്രോബ്ലത്തിന് ബാൻഡ് വിഡ്ത്ത് ചോദിച്ചേക്കണേ 4000 ഹേർട്സ് A ആണ്. ഇനി 94 ആൻസർ ദേ ഡോണ്ട് റിക്വയർ എനി കൂളിംഗ് C ആണ്. ഇനി 95ൻ്റെ ആൻസർ C ആണ്. 96 വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ സ്കെയിലബിലിറ്റി ഓഫ് എ സ്റ്റാർ ടോപ്പോളജി ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. A ആണ് ആഡിംഗ് ഡിവൈസസ് ഡസ് നോട്ട് അഫക്ട് നെറ്റ്വർക്ക് പെർഫോമൻസ്. 97 ടു റെഡ്യൂസ് ഇനീഷ്യൽ സിസ്റ്റം സെറ്റപ്പ് ടൈം A ആണ് ഉത്തരം.
ഇനി 98 ടു ഇംപ്രൂവ് ഡാറ്റ സെക്യൂരിറ്റി ത്രൂ ഡിലേ ട്രാൻസ്മിഷൻ എന്നുള്ളതാണ് ആൻസർ. 99 ടെമ്പററി പവർ സപ്ലൈ എ ആണ്. 100ാമത്തെ ആൻസർ രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് ട്രൂ ആയിട്ടുള്ള ഇത്. അപ്പോൾ